തൃശൂരിൽ ഇന്ന് പുലിയിറക്കം 7 ദേശങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. പൂങ്കുന്നം സീതാറാമിൽ വിയൂർ സെന്റർ, വിയൂർ ദേശം, കാനാട്ടുകര ദേശം, ശങ്കരംകുളങ്ങര ദേശം, പാട്ടുരായ്ക്കൽ ദേശം, ചക്കാമുക്ക് സെന്റർ എന്നീ ദേശങ്ങളാണ് നഗരത്തിൽ പുലികളുമായി എത്തുക. കൂടുതൽ വിവരങ്ങളുമായി പുലിമടയിൽ നിന്നും അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, പുലിമടകളിൽ പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? തൃശ്ശൂർ നഗരം ഇപ്പോൾ പുലിക്കളി ആവേശത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൂങ്കുന്നം സീതാറാം ദേശം പുലിമടയിലാണ്. ഇപ്പോൾ നമുക്ക് സംഘാടകരുണ്ട്, കൺവീനർ ഡിവിഷൻ കൗൺസിലർ കൂടിയായ സുരേഷുണ്ട്, ഒപ്പം തന്നെ കോർഡിനേറ്റർ കേശവദാസ് ഉണ്ട്. എന്തായാലും നമുക്ക് സംഘാടകരോട് തന്നെ ചോദിച്ചറിയാം സീതാറാം ദേശത്തിൻ്റെ പുലിമടയിലെ വിശേഷങ്ങൾ, പുലിക്കളിയുടെ വിശേഷങ്ങൾ. ആദ്യം തന്നെ കൺവീനറിലേക്ക് പോകാം. സുരേഷേട്ടാ, എത്രത്തോളം ആവേശത്തിലാണ്, എന്താണ് ഒരുക്കങ്ങൾ? ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് 100% പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം പൂർത്തീകരിക്കും. ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും കൂടിയിട്ട് നടത്തിക്കുന്നത് വളരെ ചിട്ടയായ പ്രവർത്തനത്തോടെ അതിന് ആനുകാലികമായ എല്ലാ വിഷയങ്ങളും ഇടപെട്ട് വന്നിട്ട് അത് പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാലോ, ഈ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ, പുലിക്കളിയുടെ ചരിത്രത്തിൽ തന്നെ ഞങ്ങൾ പുലികൾക്കുള്ള പാതകം ഒരുക്കിക്കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ച ടീമാണ്. ഇപ്രാവശ്യം സസ്പെൻസ് ആയിരിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പുലി റൗണ്ടിൽ ഇറങ്ങുമ്പോൾ ആ പ്രത്യേകതകൾ പുറത്തേക്ക് ഇറങ്ങും. കോർഡിനേറ്റർ എന്ന നിലയിൽ കേശവേട്ടൻ, ഇപ്പം നമുക്കറിയാം ഈ ദേശത്തെ സംബന്ധിച്ച് എത്രാമത്തെ തവണയാണ് ഇറങ്ങുന്നത്, എത്രത്തോളം ആവേശമുണ്ട്? ഞങ്ങൾ ദേശത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 10-13 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് നമ്മൾ വീണ്ടും ഇറങ്ങി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം, ഈ വർഷവും ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ ഒരു പുലിവാല എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് മുഴുവൻ ആബലവൃദ്ധ ജനങ്ങളും ഒരുമിച്ച് കൊണ്ടുള്ളൊരു പ്രോഗ്രാമായി മാറി. അപ്പോൾ അതിനെ തുടർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ആവേശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സീതാറാം ദേശത്തിൻ്റെ പ്രത്യേകത, ഓരോ ദിവസവും ഓരോരോ പുലിക്കളിയുമായി ബന്ധപ്പെട്ട ഓരോരോ പരിപാടികൾ സംബന്ധിച്ചു. പുലിവര ഉണ്ടായിരുന്നു, മറ്റ് ചമയ പ്രദർശനം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഒരു ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷവും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ വർഷം നമ്മൾ ചെയ്തത് പ്രധാനമായിട്ടും പുലിവരയായിരുന്നു. വിദ്യാർത്ഥികളെ ഈ പുലിക്കളിയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അത് വളരെ സക്സസ് ആയി. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. ആ ചിത്രങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു കുട്ടികളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയുണ്ട് വരുന്ന തലമുറയ്ക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് തുടർന്നാണ് ചമയ പ്രദർശനം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഉണ്ടായത് നമ്മുടെ പുലിവാല എഴുന്നള്ളിപ്പ് ഉണ്ടായത്. ഇത് വേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2:30 പുലിയിറക്കമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ടീച്ചറാണ് വന്നിട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതിനെ തുടർന്നാണ് നമ്മൾ നഗരത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. കൃത്യം 5 മണിക്ക് തന്നെ നമ്മൾ നഗരത്തിലെത്തും എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും പുലിമടയിലെ ആ ഒരു പുലി ഒരുക്കങ്ങളും തകൃതിയായി തന്നെ നടക്കുകയാണ്. നമുക്ക് ഇപ്പോൾ മുന്നിൽ 2-3 പുലികളുണ്ട്. എന്തായാലും ചോദിച്ചറിയാം, ഇത് ആദ്യമായിട്ടാണോ? അല്ല, 5-6 വർഷമായി. എത്രത്തോളം ആവേശമുണ്ട്? ആവേശമാണ് ഇതിൻ്റെ ഒരു ലഹരി. കാരണം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ലീവ് തന്നെ എടുത്ത് നമ്മൾ വരികയും ചെയ്യും. അത്രയ്ക്കൊരു ഇൻട്രസ്റ്റാണ്. തകർക്കുകയാണ് നഗരം. അതെ, നമ്മൾ ചവിട്ടി തകർക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ കൊട്ടിൽ അലിഞ്ഞു പോകും. നമ്മൾ സാധാരണ നമ്മൾ ആ കൊട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അലിഞ്ഞു പോകും. പിന്നെ നമ്മളതിൽ പോരി തന്നെ ഒരു തൃശ്ശൂർക്കാരൊരു പടക്ക് തന്നെ. ഓക്കെ ഇവിടെ നിരവധി പുലിയുണ്ട്. അതായത് വരൻ പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, പച്ചപ്പുലിയുണ്ട്. ഇപ്പോൾ നല്ലൊരു കൊടവയറാണ് പുലിക്കളിയിലെ പ്രധാന ഇത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലൊരു കൊടവയറൻ പുലിയുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ്? നന്നായിട്ട്. ആദ്യമായിട്ടാണോ? അല്ലല്ല, 5 വർഷമായി. ഇത് ഈ ഒരു പുലിക്കളിയുടെ സമയത്തുണ്ടാകുന്ന ഒരു വികാരം എത്ര? അത് സന്തോഷമാണ്. അത് തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് ഗംഭീര സന്തോഷമായിരിക്കും. ഓരോ വർഷം ഓരോ ദേശത്തോടൊപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു. അതിന് മുന്നേ വേറെ ദേശങ്ങൾ മാറി. ഇത് രാവിലെ ഇപ്പം എത്ര മണിക്ക് തുടങ്ങിയാണ് ആ ഒരു നിൽപ്പ്? 5 മണിക്ക് തുടങ്ങിയതാണ്. 5 മണി കൊണ്ട് ഏണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം ഇങ്ങനെ പുലി വരയും പുലി ഒരുക്കങ്ങളുമായിട്ട് മട സജീവമാണ്. സീതാറാം ദേശത്തിൻ്റെ ഭാഗത്ത് നിന്ന് വനിതാ പുലികളും ഇത്തവണയുണ്ട്. 2 വനിതകൾ ഇവിടെ പുലി ഒരുക്കങ്ങളുമായി ഉണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ വനിതകൾ ഇത്തവണയും പൂങ്കുന്നം ദേശത്തിനൊപ്പം
ഉണ്ട്. പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഒരുക്കങ്ങളാണ് ഓരോ പുലിമടയിലും കാണുന്നത്. നിരവധി കലാകാരന്മാരുടെ അശ്ലീലമായ പരിശ്രമമാണ് ഓരോ പുലിമടയിലും നമുക്ക് ദൃശ്യമാകുന്നത്. മണിക്കൂറുകൾ നീണ്ട പുലിവരയും പുലി ഒരുക്കങ്ങളുമായി മടകൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ സജീവമാണ്. മണിക്കൂറുകൾക്കകം ഇത് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. ഓരോ മടയിൽ നിന്നും 50ഓളം പുലികൾ സംഘങ്ങളായി ഇറങ്ങുന്നതോടെ പുലിക്കളി ആവേശത്തിലേക്ക് സാംസ്കാരിക നഗരിയെത്തും. എന്തായാലും പുലിക്കളിയുടെ ആവേശം അത് ഒട്ടും ചോരാതെ തന്നെ നമുക്കറിയാം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷം അല്പം കുറയ്ക്കും എന്ന് തോന്നിയിരുന്നെങ്കിൽ പോലും എന്തായാലും അവർക്കൊപ്പം നിന്നുകൊണ്ട്, ആ ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഓരോ പുലിക്കളി സംഘങ്ങളും തങ്ങളുടെ പുലി ഒരുക്കങ്ങൾ സജീവമായി മടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഘങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് അനുവദിച്ച സമയത്ത് നഗരം ചുറ്റാനിറങ്ങും. അതോടുകൂടി തൃശ്ശൂർ നഗരി ശരിക്കും പുലികളുടെ മടയായി മാറും. പുലിക്കളി സംഘങ്ങളുടെ ചുവടുകൾക്കൊപ്പം സാംസ്കാരിക നഗരിയും മാറിക്കഴിയും. ആ ഒരു ആവേശത്തിലേക്ക്, ആ ഒരു ആവേശ തിമിർപ്പിലേക്ക് ഇനിയും എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളുമായി പുലിക്കളി സംഘങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സ്മിത.